ADG അജിത് കുമാറിന് പങ്കുണ്ടോ പങ്കില്ലേ എന്ന് അന്വേഷിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ജില്ലാ കളക്ടർ എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടല്ലോ. അയാളാണല്ലോ പൂരം നടത്തേണ്ട ആളെ റോളെന്താ? ആള് അന്വേഷിക്കാത്ത എന്താ? പൂരം കലക്കി എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. പൂരം കലക്കിയത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. അന്ന് വ്യാജമായി പ്രചരണം നടത്തിയത് എന്തായിരുന്നു? വ്യാപകമായി നടത്തിയ പ്രചരണം പൂരത്തിനകത്ത് ലാത്തിചാർജ് ഉണ്ടായി എന്നുള്ളതാണ്. ഞാൻ ആ വിഷ്വൽ കണ്ടപ്പോൾ ലാത്തിചാർജ് ഉണ്ടായതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് വിഷ്വൽ ഞാൻ അന്ന് അതിന് വിഷ്വൽ പൂർണ്ണമായിട്ട് കണ്ടതാണ്. ലാത്തിചാർജ് ഉണ്ടായിട്ട് കണ്ടിട്ടില്ല. RSS നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഒരു പ്രകടനം, അതിന്റെ വിഷ്വൽ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. മാത്രവുമല്ല, അതിനുശേഷം എല്ലാ മീഡിയകളിലൂടെയും അവിടെ ഒരു നെറേറ്റീവ് കൊണ്ടുവന്നത് ഇടതുപക്ഷ ഗവൺമെന്റ് പൂരം അലങ്കോലപ്പെടുത്തി എന്ന നിലയിലാണ്. അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ പൂരം അലങ്കോലപ്പെടുത്തി സർക്കാർ സംവിധാനങ്ങളോട് അലങ്കോലപ്പെടുത്തി എന്ന് വരുത്തി തീർക്കാൻ താല്പര്യപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു ഒരു നാടകമായിരുന്നു അത്. അന്വേഷണം പൂർണ്ണമാകണമെങ്കിൽ അന്വേഷണം പൂർണ്ണമായി ആ റിപ്പോർട്ട് ഗവൺമെന്റിൽ കൊടുത്ത് ഗവൺമെന്റ് ഒരു തീരുമാനം എടുക്കുമ്പോഴാണ് നമുക്കതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോഴും ഈ ത്രിതല അന്വേഷണത്തിന്റെ അല്ലെങ്കിൽ വിജിലൻസ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിന്റെ റിപ്പോർട്ടിന്റെ ഒറിജിനൽ കോപ്പി നമ്മളാരും കണ്ടിട്ടില്ല. പത്രങ്ങളിൽ വരുന്ന വാർത്തയുടെ മാത്രം അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ആ വാർത്തയെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമുള്ള നിലപാട് ഞാൻ പറയാണ്. ഞാൻ എന്നോട് നിലപാട് ഞാൻ വ്യക്തമാക്കുകയാണ്. അന്നും ഇന്നും എനിക്കൊരു നിലപാടാണ്. അതിൽ എനിക്ക് ഒന്നും കൂടി വ്യക്തമായിട്ട് പറയാനുള്ള ജില്ലാ കളക്ടറുടെ പങ്കാളിത്തത്തെ സംബന്ധിച്ചാണ്. അത് ഞാൻ കുറച്ചു കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ആ ജില്ലാ കളക്ടറുടെ ഇടപാടിനെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ വളരെ ആവശ്യമുള്ള കാര്യമാണ്. അജിത് കുമാറിന്റെ പങ്കുണ്ടോ ഗവൺമെന്റ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതാണ്. ഞാൻ ചോദിക്കുന്നത് ADG അജിത് കുമാറിന് പങ്കുണ്ടോ പങ്കില്ലേ എന്ന് അന്വേഷിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ജില്ലാ കളക്ടർ എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടല്ലോ. അയാളാണല്ലോ പൂരം നടത്തേണ്ട ആളെ റോളെന്താ? ആള് അന്വേഷിക്കാത്ത എന്താ? അല്ല, പോലീസ് കമ്മീഷണർ അടക്കമുള്ള ആളുകള്, കമ്മീഷണർ മാത്രമല്ലല്ലോ ഞാൻ പറയുന്നത്, കമ്മീഷണർ ജില്ലാ കളക്ടറാണ് തൃശൂർ പൂരത്തിന്. നിങ്ങൾക്കറിയാം, മീഡിയകൾക്ക് എല്ലാവർക്കും അറിയാം, തൃശൂർ പൂരത്തിന്റെ പ്രധാനപ്പെട്ട അതിന്റെ കിങ് പിൻ എന്ന് പറയുന്ന അതിനൊരു പ്രധാന നടത്തിപ്പുകാരൻ ആരാണ്? അത് ജില്ലാ കളക്ടറാണ്. അത് വെടിക്കെട്ടിന്റെ കാര്യത്തിലാണെങ്കിലും ആന എഴുന്നള്ളിപ്പിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് ഇതര കാര്യങ്ങളിലാണെങ്കിലും അതിന്റെ എല്ലാ കാര്യങ്ങളും സൂപ്പർവൈസ് ചെയ്യുന്നതും ഡിസിഷൻ എടുക്കുന്നതും ഒക്കെ ജില്ലാ കളക്ടറാണ്. അപ്പോൾ ഞങ്ങളൊക്കെ എത്രയോ പൂരം നടത്തിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ മന്ത്രി എന്നവർ ചുമതലയുള്ള മന്ത്രിമാര് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളൊക്കെ കൂടി ചേർന്നുകൊണ്ട് കലക്ടറെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളത്. അപ്പോൾ ആ ജില്ലാ കളക്ടർ അന്നൊരു നിലപാട് സംശയാസ്പദമാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അല്ല, കമ്മീഷനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അന്ന് കമ്മീഷണറുടെ നിലപാടിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ കമ്മീഷൻ എടുക്കുന്ന ധിക്കാരപരമായ നിലപാടുകളും പലപ്പോഴും അദ്ദേഹം ചില കാര്യങ്ങളെ വളരെ സ്മൂത്തായി കൈകാര്യം ചെയ്യുന്നതിന് പകരം ചെയ്യാതിരിക്കുന്നതൊക്കെ തന്നെ ഞങ്ങൾ എത്ര തവണ പറഞ്ഞ കാര്യങ്ങളാണ്. നമ്മൾ വീണ്ടും ആവർത്തിച്ച് പറയേണ്ടതില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. സർക്കാർ നിയമസഭയിൽ വ്യക്തമാക്കിയത് പൂരം കലങ്ങിയിട്ടില്ല, വെടിക്കെട്ട് താമസിക്കുകയും ചില ചടങ്ങുകൾ താമസിക്കുകയും ചെയ്തു എന്നുള്ളത്. ആ കലങ്ങിയില്ല എന്ന് സർക്കാർ നിയമസഭയിൽ എടുത്ത നിലപാടിനെ സാധൂകരിക്കുന്ന തരത്തിലാണോ ഇപ്പോൾ? അല്ല, റിപ്പോർട്ടിലേക്ക് പൂരം കലക്കി എന്ന് തന്നെ പറഞ്ഞിരിക്കുകയാണല്ലോ. അത് കലക്കിയെന്ന് സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസമൊന്നും ഗവൺമെന്റിനകത്തില്ല. ഗവൺമെന്റിനകത്ത് അങ്ങനെ അഭിപ്രായ വ്യത്യാസമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പൂരം കലക്കി എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. പൂരം കലക്കിയത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. അതിന് പൊളിറ്റിക്കൽ ബെനിഫിഷ്യറീസ് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേരിൽ BJP-കാരുണ്ട്, RS-കാരുണ്ട്, അവരനുകൂലിക്കുന്ന ചില ദേവസ്വത്തിലെ ആളുകളുണ്ടാവും, അവരനുകൂലിച്ചിരുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് സംഗതി ഭംഗിയായിട്ട് പൂരം കലക്കി എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമല്ലേ?